ആസ്ഥാന പ്രകാശം ചൊരിയും അമ്പലം ചുറ്റും വലുതുകയും. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ആനിവേഴ്സറിയാണ്. പിന്നെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത് നമ്മുടെ ഗാന്ധി ഭവനിലെ പാവപ്പെട്ട അച്ഛന്മാരും അമ്മമാരുടെ കൂടിയാണ്. നമ്മൾ അവിടെ കുട്ടികൾക്ക് കുറച്ച് ലഡു ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി. അപ്പോൾ വഴിക്കുന്ന ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മേടിച്ചു അവിടെ പോയി കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നേരെ പത്തനാപുരം ഗാന്ധി ഭവനിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അകത്ത് കയറിയിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നേരെ സ്റ്റേജിലോട്ട് പോയി. അവിടെ ചെറിയ പരിപാടി നടക്കുമായിരുന്നു. നമ്മൾ എത്താൻ ലേറ്റായി. എന്നാലും ഒരു 2 വാക്ക് സംസാരിക്കാൻ സ്റ്റേജിലോട്ട് ക്ഷണിച്ചു. ഞാനും സന്തോഷത്തോടെ പോയി 2-3 വാക്ക് സംസാരിച്ചു. എല്ലാവരും ഹാപ്പിയായി. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു ചെറിയൊരു കേക്ക് അവിടെ തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ചെറിയ 2 ഗിഫ്റ്റ് തന്നു. എല്ലാവരും സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉള്ളടത്ത് പോയി. ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരാണ്. മക്കളെ ഉപേക്ഷിച്ചിട്ട് ആയ ആൾക്കാരും കണ്ട സങ്കടം തോന്നി. പക്ഷെ അവരതിനകത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഗാന്ധിഭവനിൽ എല്ലാവരും നല്ല രീതിക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ 2ാമത്തെ ബിൽഡിങ്ങിലോട്ട് പോയി. അത് നമ്മുടെ യൂസലി സാറാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചേച്ചിയാണ് നമ്മൾ എല്ലാവരും കൊണ്ട് കാണിപ്പിച്ചു തന്നത് കേട്ടോ. എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ സാധനം എടുത്തു. അവിടെ നിന്ന് സാധനം എടുക്കുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് സാധനം എടുത്തു. ഞങ്ങൾ നേരെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങി. ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ടൊരു ദിവസം പോയി. ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം